വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർധരരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 1 ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും. ജോഡിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ചേച്ചിമാരെയും അതുപോലെ തന്നെ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം ടൗണിൽ നിന്നും 35 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളുമണ്ണടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അങ്ങനെ പറയട്ടെ അല്ലേ എല്ലാവരും. പക്ഷേ എന്താ കുറച്ച് ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ട് വെക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നേക്കണതാ കേട്ടാ. ശരി, നമസ്കാരം. പേരെന്താണ്? ശിവയുടെ. സുഖമായിരിക്കുന്നു? ആ ചിരി മതിയല്ലോ അല്ലേ. ഇവിടുത്തെ വെള്ളുമണിയുടെ തന്നെയാണോ സ്ഥലം? ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടിലാരൊക്കെ ഉണ്ട് ശിവേട്ടൻ്റെ? എല്ലാരും സുഖമായിരിക്കുന്നല്ലോ, ഹാപ്പി ആണല്ലോ? അത് മതി, അത് സന്തോഷം സന്തോഷം. പേരെന്താണ്? സുഖമായിരിക്കുന്നു ആവട്ടെ. ഉച്ചക്ക് എന്താണ് കഴിച്ചത്? ചോറ്. ഓടല്ലേ, ഇങ്ങോട്ട് വാ. പേര് പറ. സുഭദ്ര. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളോട് എന്തോന്ന് ചോദിക്കാൻ. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെയാണ് അമ്മ? സ്ഥലം ഇവിടെ തന്നെ, ബാലംപച്ചയാണ് അല്ലേ? എങ്ങനെയാണ് ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയുടെ? വീട്ടിൽ ഞങ്ങൾ 2 മക്കളും ഒരു അച്ഛനും അമ്മയും. മക്കളൊക്കെ എന്ത് ചെയ്യാ? ഇവിടെ ഒരു മോനെ ഉള്ളു, ഒരു മോൻ പ്രത്യേകമാണ്. അങ്ങനെ എല്ലാരും സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കും. ഭക്ഷണം കൊണ്ടുവരുമോ? കൊണ്ടുവരും. ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? മീൻകറി ഉണ്ടായിരുന്നോ? മീനുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു. അതൊക്കെ അമ്മക്ക് തന്നെ കിട്ടി അല്ലെ? ഇവരെടുത്ത് കഴിച്ചോ? സന്തോഷല്ലേ എല്ലാരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഒരു ഹാപ്പി അല്ലേ അല്ലേ? ശരി ശരി. പേരെന്താണ് അമ്മ? എവിടെ? വെള്ളുമണ്ണാടി. ശരി ശരി. അപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇപ്പം എത്ര ദിവസത്തെ ജോലിയാണ്? 6ാം ദിവസമാണോ? ഓക്കെ. ഈ 6 ദിവസം അമ്മ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ദിവസം എന്നുള്ളത് മറന്നുപോയി. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, ഒരു ടെൻഷനും വേണ്ട. നമ്മളൊന്ന് പരിചയപ്പെടുക, കുറച്ച് സംഭവങ്ങൾക്ക് അതൊക്കെ കേട്ടോ. ശരി, പേര് പറ. പാട്ട് പാടുമല്ലോ ശകുന്തള ചേച്ചി? പാട്ട് പാടാൻ തോന്നുന്നുണ്ടെന്നോ? അതെയാ? നിങ്ങൾ സിംഗേഴ്സ് ടീമാണോ? അടിപൊളിയാണല്ലോ. ശരി, എവിടെയാ സ്ഥലം? ഇവിടെ തന്നെയാണോ? ബാലംപച്ചയാണ്. ശരി. എല്ലാരും സുഖമായിരിക്കുന്നു നാട്ടില്? ആ ബാലംപച്ചയുടെ പ്രത്യേകത എന്താ? ആ നാടിന്റെ പ്രത്യേകത എന്താ? എന്താ? നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ വരുമ്പോ കണ്ടു. പിന്നെ എനിക്ക് നിക്കാൻ പറ്റണില്ല അല്ലേ? അതെ ശരി. പേര് പറ. ശാന്ത. എവിടെയാ സ്ഥലം? എവിടെയാണ്? ബാലംപച്ച. എത്ര ഇപ്പൊ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കുറെ ജോലി? 3-5 കൊല്ലായി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഒരു ഏരിയ ഉണ്ടോ? ഈ ഒരു ഏരിയ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അങ്ങനെ എവിടെയും ചെയ്യാം അല്ലേ? ശരി ശരി ശരി. തുടങ്ങിയിട്ട് അപ്പൊ അമ്മ 3 കൊല്ലം അല്ലേ? 15 വർഷമായോ? ഞാൻ തുടങ്ങിയിട്ട് അത്രേ ആയോളൂ. എന്തേ എന്നോട് അത് കുഴപ്പമില്ല, പോണം, ജോലിക്ക് പോണം. ജോലി നിൽക്കരുത്. അത്രേ ഉള്ളൂ. പേര് പറ. ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ശരി. അപ്പൊ പാട്ട് പാടുന്നാരാന്ന് പറഞ്ഞത്? പാടൊന്നും പാടത്തില്ല. എല്ലാരും ജോലിയൊക്കെ ചെയ്ത് ജോലി സമയമൊക്കെ കഴിഞ്ഞ് അതായത് ക്ഷീണം പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലേ? ശരി ശരി. എന്താ വേണ്ടേ? ഒരു ചായ കിട്ടിയെന്ന് റെഡി ആയാനേന്ന് പറയുന്നുണ്ട്. ചായ വരും. ശരി. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം ഒന്നുമില്ല, നമ്മളിങ്ങനെ നാട്ടുംപുറങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ചോദിക്കുന്നത് പിന്നെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരുപാട് വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം. പിന്നെ എനിക്ക് ഒറ്റൊരു കാര്യമുള്ളൂ, ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പിറകെ നിന്ന് ആ ഉത്തരം, അതായത് ക്യാമറക്ക് പിറകെ നിന്ന് ആ ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. ഓക്കെ. തിരിച്ചു പോണ സമയത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു സമ്മാനം കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും മൊത്തം നല്ല ക്ഷീണം കിട്ടും, അതുകൊണ്ട് ഒരുപാട് സംസാരിക്കരുത്. അതുകൊണ്ട് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് ഇറക്കട്ടെ. ചോദ്യത്തിലേക്ക് ഇറക്കാം. ശരി. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു ഇത് കുസൃതിയാണെന്ന് പറഞ്ഞു. ചോദ്യം കേട്ടോ? അറിയാം, നമുക്ക് പറയാം. ഞാൻ മൈക്ക് തരാം കേട്ടോ. ചോദ്യം അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതുപോലെ തന്നെ പല ഒരു കൾച്ചറുണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്. എല്ലാം ദേശം മാറുന്നതനുസരിച്ച് അല്ലേ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ മാറും. ചോദ്യം ഇതാണ്,
ഭാഷാ ദേശ വ്യത്യാസമൊന്നുമില്ലാതെ, ഭാഷയുടെയും ദേശത്തിന്റെയും വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങുന്ന രക്ഷ ഏതാണ്? അതായത് ഇതിന്റെ മുമ്പിൽ എല്ലാവരും രക്ഷപ്പെടാം അല്ല ജീവിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ ദിവസം ജോലി ചെയ്യുന്നത്. എന്നാൽ ഭാഷാ ദേശമൊന്നുമില്ലാതെ എല്ലാവരും പൊതുവായിട്ട് കാശ് കൊടുത്ത് വാങ്ങുന്ന രക്ഷ ഏതാണ്? കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. പറഞ്ഞു കൊടുക്കല്ലേ. ആഹാര സാധനമല്ല. അല്ല അല്ല അതായത് ഒരു ക്ലൂ തരാം. ഇത് കഴിക്കാൻ പറ്റുന്ന സാധനം അല്ല. അല്ല പിന്നെ നിർബന്ധമായിട്ടും നമ്മളിപ്പോ ഇങ്ങനെ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന അല്ല. ഈ ജോലിയൊക്കെ ഒരു ക്ലൂ, ഒരു സൂചന കൂടി ഒന്നുമല്ല, ജീവനുമില്ല. പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ ഇവിടെ ചോദിക്കാം. അതായത് ഭാഷയുടെയും ദേശത്തിന്റെയും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു രക്ഷയുണ്ട്. രക്ഷ ഏതാണ്? ഒരു സൂചന കൂടി ഞാൻ തരാം. ഇപ്പൊ ഇങ്ങനെ കല്ലിലും മുള്ളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ രക്ഷ നിർബന്ധമായിട്ടും വേണം. ചെരുപ്പ്. അതിന്റെ വേറെ രക്ഷ സിൽപ്പറാ? ശരി, കുഴപ്പമില്ല കേട്ടോ. ആള് ചെരുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പാദരക്ഷ. ഒരു കയ്യെടുത്ത്. കറക്റ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. സൂപ്പർ. അപ്പൊ നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ഇതുപോലെ ഒന്ന് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം. നമ്മളെപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ദാനം കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുള്ളതിൽ നിന്നും കുറച്ച് ഇല്ലാത്തവർക്ക് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവപുണ്യമാണ് അല്ലെ? ചോദ്യം, ഏത് പ്രായക്കാർക്കും എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ദാനം ഏതാണ്? എപ്പോഴും, അല്ലെങ്കിൽ ഒരു വ്യക്തി ആദ്യം കാണുമ്പോൾ കൊടുക്കുന്ന ദാനം ഏതാണ്? അതായത് ഒരു വ്യക്തി ആദ്യം കാണുമ്പോൾ കൊടുക്കുന്ന ദാനം ഏതാണ്? ഷേക്ക് ഹാൻഡ്. അതിന്റെ വേറൊരു പേരെന്താ? പോട്ടെ, സാറില്ല കേട്ടോ. ഹസ്തദാനം. ഹസ്തദാനം കേട്ടിട്ടില്ലേ? കൈ കൊടുക്കുന്നതിന്. റൈറ്റ് ആൻസർ. നല്ല കൈ കൊടുക്കും. ഉഷാറായിട്ട്. പേര് പറ. ഓക്കെ, ഹസ്തദാനം എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ്. ചോദ്യം, നമ്മൾ നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയും അല്ലേ? ചില ദിവസം പറയും ഇന്നത്തെ ദിവസം മോശമാണെന്നൊക്കെ പൊതുവെ പറയും. ചോദ്യം, നല്ലതല്ലെങ്കിലും നല്ലത് ചേർത്ത് പറയുന്നത് എന്താണ്? ഇത് നല്ലതല്ല, പക്ഷേ പൊതുവെ നമ്മൾ നല്ലത് ചേർത്ത് പറയും. ഇത് നല്ലതല്ല, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്, പക്ഷെ നല്ലത് ചേർത്ത് പൊതുവെ പറയാറുണ്ട്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്ഷീണവും ഇല്ലാതെ നമ്മളങ്ങ് കൂലിവേല ചെയ്ത് ജീവിക്കുന്നു. അത് സത്യസന്ധമായിട്ട് ഉത്തരം. എനിക്ക് വേണ്ടത് കുസൃതി പറഞ്ഞ ഉത്തരം. നല്ലതായിരിക്കും. നമ്മൾ പൊതുവെ ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു സംഭവമാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ലത് ചേർത്ത് പറയാറുണ്ട്. എന്താണ്? നല്ല ആളിനെ കണിയണ്ട, നല്ലതായിരിക്കും. അല്ല, ആളതൊന്നും അല്ല ചിന്തിക്കുന്ന. ആളൊക്കെ വേറെ വന്ന് വേറെ എത്തി. അതൊന്നും അല്ല, വേറെന്തോ ഒരു സാധനം ഉണ്ട്. അല്ല പറ. അതായത് പറഞ്ഞു കൊടുക്കല്ലേ, നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ്. ചില സന്ദർഭങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ലത് ചേർത്ത് പറയും. ഓർമ്മ അല്ലേ? ഓർമ്മ. നല്ല ഓർമ്മ അല്ല. ഓർമ്മ എന്ന് പറയാൻ നല്ലതല്ലേ? നല്ലതല്ലെങ്കിലും നല്ലത് ചേർത്ത് പറയും ഇതിനോടൊപ്പം. പൊതുവെ പറയുന്നതാണ്. എടി, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ലടി, എനിക്ക് ഇത് നല്ല ക്ഷീണം എന്ന് പറയുന്നതും നല്ലതല്ല, പക്ഷെ നല്ല കഴപ്പ്. പിന്നെ വേറൊന്നും കൂടി പറയും. ഇനി ഏതാണ്ട് അടുത്തെത്തി. വേദന. വേദന നമ്മൾ പൊതുവെ പറയും, ഓ നല്ല വേദന. കൈയടിക്കൂ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ശരി, അടുത്ത ചോദ്യം. ഒരു ജീവിയുടെ പേരിനുള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഒരു ജീവി, നമ്മളെ നാട്ടിൻപുറങ്ങളും നമ്മളെ വീട്ടിൽ ചിലപ്പോൾ വളർത്തുന്നതാണ്. ഒരു കുഞ്ഞു ജീവി എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു സംഭവം. അതിൻ്റെ ഉള്ളിൽ ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണാം, നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. ഒരു പുരുഷന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്ലൂ തരട്ടെ, ഒരു സൂചന തരട്ടെ. എന്നെയാണോ വിളിച്ചത്? അതായത് ഒരു സൂചന തരാം. വീട്ടിലൊക്കെ വളർത്തുന്നതാണ്. അല്ല, ഒരു 3 വര കാണാം. അണ്ണി എന്ന് പറഞ്ഞ അണ്ണാരക്കണ്ണൻ. പുരുഷന്റെ പേര് അണ്ണാരക്കണ്ണൻ എന്ന് പറയും. പുരുഷന്റെ പേരെന്താണ്? കണ്ണൻ. ശ്രീകൃഷ്ണൻ അങ്ങനെ പറയും. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. നല്ല കൈ കൊടുക്ക്. അണ്ണി എന്ന് പറയും അല്ലേ ഇവിടെ? അണ്ണാരക്കണ്ണൻ, അണ്ണാൻ എന്നൊക്കെ പൊതുവെ പറയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ചോദ്യം, നമ്മളിപ്പോ എന്ത് പൂട്ടണമെങ്കിലും ഒരു ആയുധത്തിന്റെ സഹായം വേണം അല്ലേ? എന്ത് തുറക്കണമെങ്കിലും ചിലപ്പം ചാവി പോലുള്ള സാധനം വേണം. ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്കിതിനെ പൂട്ടാം. പക്ഷേ എത്ര ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിലും നമുക്കിതിനെ തുറക്കാൻ പറ്റില്ല. അത് തന്നെ തുറന്നു വരണം. എന്താണ്? അതായത് ആയുധത്തിന്റെ സഹായം ഒന്നും വേണ്ട നമുക്കിതിനെ പൂട്ടാൻ വേണ്ടിയിട്ട്. എവിടെയാ ചിന്തിക്കുന്നത്? ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്കിതിനെ പൂട്ടാം. ഇല്ല.
അല്ല നമുക്ക് അത് ചാവി കൊണ്ട് തുറന്നൂടെ? ആ അതായത് അത് തുറക്കാലോ. ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്കിതിനെ പൂട്ടാം. ഓക്കെ, പക്ഷെ എത്ര ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കിതിനെ തുറക്കാൻ പറ്റില്ല. തുറക്കണമെങ്കിൽ അത് തന്നെ തുറന്നു വരണം. ഒരു സൂചന ഞാൻ തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. അത് അയാളെ ചവിട്ടി തുറക്കാനൊന്നുമില്ല. അതായത് നമ്മുടെ ഇങ്ങനെ പോലെ ഇവിടെ നിൽക്ക്. അതായത് നമ്മൾ ഈ ഇവിടെയൊക്കെ ചിലപ്പോൾ കാണാം, ഈ ഒരു ഏരിയയിലൊക്കെ കാണാം. അപ്പൊ മനസ്സിലായാലും ഒരു ചെടിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്കിതിനെ പൂട്ടാം. അല്ല, തൊട്ടാവാടി. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. തൊട്ടാവാടി എന്ന് പറയുന്നത് നമുക്ക് തൊട്ട കഴിഞ്ഞാൽ പൂട്ടും. ആയുധത്തിന് സഹായം വേണ്ട. എത്ര ആയുധത്തിന് സഹായം ഉണ്ട് നമുക്ക് ഇതിനെ തുറക്കാൻ പറ്റുമോ? പച്ചലവർക്കം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിടിച്ചിക്ക. ആ ശരി ശരി. അടുത്ത കുറച്ച് ഇത്തിരി പുറകോട്ട് പോവാമോ? ഇത്തിരി പുറകോട്ട്. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. നമുക്ക് നമ്മൾ ഒരുപാട് സംഖ്യകളില്ലേ, 1 2 3 പറഞ്ഞ ഒരുപാട് സംഖ്യകളുണ്ട്. ഒരു വസ്ത്രവുമായി കൂട്ടിച്ചേർത്ത് പറയുന്ന സംഖ്യ എത്രയാണ്? നമ്മുടെ വസ്ത്രത്തിന്റെ ചേച്ചിമാരെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണത്. ഒരു വസ്ത്രത്തിന്റെ പേര് ചേർത്ത്, അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ പേരും ഈ സംഖ്യയുടെ പേരും ഒന്നാണ്. ഇപ്പോൾ സംഖ്യ മനസ്സിലായി, 1 2 3 തുടങ്ങി അങ്ങനെ പോവാണല്ലോ. അല്ല, വസ്ത്രത്തിന്റെ പേരും വരും. വസ്ത്രത്തിന്റെ പേര് ഈ സംഖ്യയുടെ പേരും ഒന്നാണ്. മൊത്തൊരു ശശ്മാന മുഖത അല്ലേ? സംസാരം കേൾക്കാനായിരിക്കും ഇതൊക്കെ പറഞ്ഞു തരണത്. അല്ല, ഒരു വസ്ത്രത്തിന്റെ പേരും ഒരു സംഖ്യയുടെ പേരും ഒന്നാണ്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒരു സൂചന തരാം. ഇനി വരാൻ പോകുന്നത് ഓണമല്ലേ വരാൻ പോണേ? നമ്മളെല്ലാരും ഈ ഓണസമയത്ത് നമ്മൾ പൊതുവെ ഈ മൂത്തവർക്കൊക്കെ ചുരിദാർ അല്ല, മുണ്ട്. അതിന് ഏതാണ്ട് കടുത്തെത്തി. ഒരു സംഖ്യയുടെ പേര് വേണം. സാരി. ഏതാണ്ട് അടുത്തെത്തി. ഒന്നും കൂടി പറ. അല്ല, അതായത് ഒരു സംഖ്യയുടെ പേരും ഒരു വസ്ത്രത്തിന്റെ പേരും ഒന്നാണ്. മാക്സി അല്ല, തോർത്ത്, ബ്ലൗസ്, ചുരിദാർ. ആലോചിച്ചൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഓണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു മുതിർന്നവർക്കൊക്കെ കൊടുക്കാം നേരിയത് മുണ്ട്. അപ്പൊ അതിന് വേറെ പേര് പറയല്ലോ, ഒരു സംഖ്യ പേര് പറയല്ലോ. കോടി. റൈറ്റ് ആൻസർ. കോടി. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. ലാസ്റ്റ് ചോദ്യം കേട്ടോ. നമ്മൾ എന്ത് സാധനം കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ സാധനം നമ്മൾ പറയാണ് ഒരു കിലോ പരിപ്പ് എന്ന് പറഞ്ഞാൽ ആളെന്ത് ചെയ്യും? ആദ്യം പരിപ്പ് തൂക്കി നോക്കും അല്ലേ? അതിനുശേഷം നമുക്ക് വേണ്ടത് കെട്ടിത്തരും. അങ്ങനെയാണല്ലോ. എന്നാ കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്നത് ആരാണ്? ത്രാസ്. പിന്നെ കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്നത്. ഇപ്പൊ ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ എടുത്ത് പിന്നെ ശേഷം കെട്ടിത്തരും. പിന്നെ കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്ന ജോലി. കെട്ടിയതിന് ശേഷം തൂക്കി നോക്കുന്ന ജോലി. പടി വെച്ചാലേ അതിന്റെ എണ്ണം കണക്കറിയാൻ പറ്റും. ഈ ഒരു ജോലിയാണ് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ തൊഴിലുറപ്പ്, അതുപോലെ ഒരു ജോലി ചെയ്യുന്ന ഒരു ടീം. ഇവർ കെട്ടിയതിന് ശേഷം ഈ സംഭവം തൂക്കി നോക്കും. കെട്ടിയതിന് ശേഷമാണ് ഇവർ തൂക്കി നോക്കുന്നത്. ജോലി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് പറ്റും. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതൊന്നും ഉത്തരം പറയാനുള്ള ചോദ്യമല്ല ഇത്. അതെന്ത് വർത്താനാ? പിന്നെ ശരി, ഒരു കാര്യം. ഇപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേച്ചി എത്ര ഉത്തരം പറഞ്ഞു? 3 ഉത്തരം പറഞ്ഞു. ചേച്ചി 2 ഉത്തരം പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. എന്നിട്ട് ഞാനൊരു പൊതുവായിട്ടൊരു ചോദ്യം ചോദിക്കാം. എന്നിട്ട് പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ മതി. അതായത് കെട്ടിയതിനു ശേഷം തൂക്കി നോക്കുന്നത് ആരെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ശരി ഉത്തരം നമ്മൾ ഈ ഭാഗത്ത് ഈ കൽപ്പണി ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കല്ലിന്റെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അറിയാം. അവർ ഈ കല്ല് കെട്ടി ഒക്കെ മേസ്ത്രി തൂക്കുകെട്ട, അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഒരു കാര്യം ചെയ്യും, 2-2 നിൽക്കുന്നത്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ ബാബുവേട്ടനും. അപ്പൊ ഇതിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പൊ അറിയാം. ഇനി വേണ്ടത് ഞാനൊരു പൊതുവായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം, അതിന് ഉത്തരം പെട്ടെന്ന് പറഞ്ഞാൽ മതി. ചോദ്യം: വാലിന്റെ തുമ്പത്ത് കെട്ടുള്ളത് എന്തിനാണ്? നിങ്ങൾ 2 പേരാണ് പറയണ്ടേ, മറ്റുള്ളവരില്ല. വാലിന്റെ തുമ്പത്ത് കെട്ടുള്ളത് എന്താണ്? പറഞ്ഞ ആലോചിച്ച കുഴപ്പമില്ല. വാലിന്റെ തുമ്പത്ത് കെട്ടുള്ളത് എന്താണ്? കുസൃതിയാണേ. വാലിന്റെ ജീവനുള്ള സാധനമല്ല. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില ഡോക്ടേഴ്സും ചില പരസ്യങ്ങളിലൊക്കെ പൊതുവെ പറയാറുണ്ട്. നിങ്ങൾ പറയാതെ പറയാം. വാലിന്റെ തുമ്പത്ത് കെട്ടുള്ളത് എന്തിനാണ്?
തലമുടിയോ അതും പറഞ്ഞിട്ട് തലമുടി വാലിന്റെ തുമ്പത്ത് ചില ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ല വാലിന്റെ തുമ്പത്ത് വാലിന്റെ അതായത് പിറകു വശത്ത് കെട്ടുള്ളത് എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ല പറയൂ. ബീഡിക്ക് വള്ളി പിറകിലൊരു കെട്ടുണ്ട്. ഉറപ്പാണ്? ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. റൈറ്റ് ആൻസർ. അടിപൊളി. പേര് പറഞ്ഞ അപ്പൊ ശൈലജ ചേച്ചിയാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ചേച്ചി നല്ലൊരു കൈ കൊടുക്കും, ഉഷാറായിട്ട് ഗംഭീരമായിട്ട് കൊടുക്കും. അപ്പൊ ശൈലജ ചേച്ചിക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹ സമ്മാനം. ഞാൻ പറഞ്ഞു ഇത് വെറും തമാശ നിറഞ്ഞൊരു പരിപാടി കേട്ടോ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെടാന്നുള്ള രീതിയിൽ മാത്രം വന്നേക്കണം. അപ്പൊ നമ്മുടെ ശൈലജ ചേച്ചിയാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശൈലജ ചേച്ചിക്കുള്ള സ്നേഹ സമ്മാനമാണ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ VMTV ചാനൽ, ഞങ്ങളുടെ എന്താ പറയുക അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ഈ ചാനലിന്റെ MD ആയ റീന ഹർഷ സാറിനെ വളരെ സ്നേഹത്തോടെ, മേഡത്തിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. VMTV ചാനൽ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം നൽകുന്ന സ്നേഹ സമ്മാനം. എല്ലാവരും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. നന്നായിട്ട് കയ്യടിച്ച് ഉഷാറായിട്ട് കയ്യടി പോരാ. ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹ സമ്മാനം. അല്ല എല്ലാവരും ഹാപ്പി ആണല്ലോ? ബാവട്ടോ, കുഴപ്പമില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.